ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് QS റാങ്കിങ് 2024 എങ്ങനെയാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നാണ്. അപ്പോൾ 55 സബ്ജക്ട്സിന് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള QS റാങ്കിങ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഈ QS റാങ്കിങ് എന്താണെന്ന് ആദ്യം പറഞ്ഞോട്ടെ. 1500ഓളം യൂണിവേഴ്സിറ്റീസ്, ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റീസിനെ റാങ്ക് ചെയ്ത് അവരുടെ ഓരോ ക്രൈറ്റീരിയകൾ, ഇമ്പോർട്ടൻ്റ് അക്കാഡമിക് എക്സലൻസ്, ജോബ് പ്രോസ്പെക്ട്സ്, അങ്ങനെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തെടുത്തേക്കുന്ന ഒരു റാങ്കിങ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 55 കോഴ്സുകളോളം ഉണ്ട്. ആദ്യത്തെ കാറ്റഗറി ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്? നമുക്കിതിനകത്ത് ഏറ്റവും നമ്പർ 1 ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ വന്നിരിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഫോളോഡ് ബൈ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് 3-ാം സ്ഥാനത്തും. സബ്ജക്ട്സ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്, മ്യൂസിക് സ്റ്റഡീസ്, തിയോളജി, ഡിവിനിറ്റി ആൻഡ് റിലീജിയസ് സ്റ്റഡീസ്, ആർക്കിയോളജി, ആർക്കിടെക്ചർ ആൻഡ് ബിൽഡ് എൻവയോൺമെൻറ്റ്, ആർട്ട് ആൻഡ് ഡിസൈൻ, ക്ലാസിക്സ് ആൻഡ് ഏൻഷ്യൻ ഹിസ്റ്ററി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ആർട്ട് ഹിസ്റ്ററി, മോഡേൺ ലാംഗ്വേജസ്, പെർഫോമിംഗ് ആർട്സ്, ഫിലോസഫി. അപ്പോൾ ഇത്രയും കാറ്റഗറികളാണ് ഉള്ളത് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്കകത്ത് MIT USA ആണ് ഫസ്റ്റ്, സ്റ്റാൻഫോർഡ് സെക്കൻഡ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് UK തേർഡ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റാങ്കിങ്. സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓസ്ട്രേലിയയിലും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. അപ്പം നിങ്ങൾ ഇൻഫർമേഷൻ സിസ്റ്റംസ്, കുറേ ജനറിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെയൊക്കെ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസിൻ്റെ റാങ്കിങ് നോക്കിയാൽ മതിയാവും. ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI, മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഇതിനെല്ലാം ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റാങ്കിങ് സിസ്റ്റം നോക്കുക. എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ തീർച്ചയായിട്ടും ഈ റാങ്കിങ് നോക്കുക. എഞ്ചിനീയറിംഗ് പെട്രോളിയം ഉണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലുണ്ട്, മിനറൽ ആൻഡ് മൈനിങ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മൈനിങ് എഞ്ചിനീയറിംഗ് ഒക്കെ ഓസ്ട്രേലിയ നോക്കുന്നവർ ഒത്തിരി കാണും. അപ്പം അവർക്കും ഈ റാങ്കിങ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലൈഫ് സയൻസ് ആൻഡ് മെഡിസിൻ, ഇതിൻ്റെ ഒരു സിസ്റ്റം നോക്കുമ്പോൾ ഹാർവാർഡാണ് മെഡിസിനൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് രണ്ടാമതും, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ചാർട്ടുകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഓരോ രാജ്യത്തെയും ചാർട്ട്, ഇൻട്രാക്റ്റീവായിട്ടുള്ള ഡാഷ്ബോർഡൊക്കെ ഉണ്ടാക്കുന്നത് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മളെല്ലാം ഡേ ടു ഡേ ബേസിസിൽ റെഫർ ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസിലും ഇന്നത്തെ കോവിഡ് റെസ്ട്രിക്ഷൻ എന്താണ് എന്നൊക്കെ പത്രത്തിലുമൊക്കെ എപ്പോഴും കോട്ട് ചെയ്യുന്നത്. അപ്പം അപ്പം അതിനകത്ത് കവർ ചെയ്യുന്ന സബ്ജക്ട്സ് മെഡിസിനിൽ വരുന്ന നമ്മുടെ ഈ ഒരു കാറ്റഗറിക്കകത്ത് വരുന്നത് ലൈഫ് സയൻസും മെഡിസിനും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന സബ്ജക്ട്സ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി, അനാറ്റമി ആൻഡ് ഫിസിയോളജി, ബയോളജിക്കൽ സയൻസസ്, ഡെൻറ്റിസ്ട്രി, മെഡിസിൻ, ഡോക്ടർമാർക്ക് മെഡിസിൻ, നഴ്സിങ്ങിൻ്റെ ഉണ്ട് കേട്ടോ, കൂടെ ഫാർമസി ആൻഡ് ഫാർമക്കോളജി, സൈക്കോളജി, വെറ്ററിനറി സയൻസ്. അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്ട്സും അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് നാച്ചുറൽ സയൻസിനകത്ത് ഫസ്റ്റ് പൊസിഷൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, സെക്കൻഡ് MIT, 3 യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. അപ്പോൾ ഏകദേശം ഇവരൊക്കെ തന്നെയാണ്, MITയും ഹാർവാർഡും ഓക്സ്ഫോർഡും ഒക്കെ തന്നെയാണ് ഇത് മൊത്തം അലങ്കരിക്കുന്നത്. ഇനി ഇതിനകത്ത് കെമിസ്ട്രിയുടെ ഉണ്ട്, എർത്ത് ആൻഡ് മറൈൻ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ജോഗ്രഫി, ജിയോളജി, ജിയോഫിസിക്സ്, മെറ്റീരിയൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ 55 എണ്ണമാണ് ഞാനിപ്പോൾ കവർ ചെയ്ത്. അപ്പം നിങ്ങളുടെ കോഴ്സ് ഏതിനകത്തോട്ടാണ് മാപ്പ് ആവുന്നത്, ഏത് സെക്ടറാണെന്ന് നോക്കിയിട്ട് ആ റാങ്കിങ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കിടിലമാണോ എന്നറിയാൻ പറ്റും. ഇതൊക്കെ SOPയിലും മോട്ടിവേഷൻ ലെറ്ററിലും ഒക്കെ എഴുതാനും മറക്കരുത്. QS റാങ്കിങ് ബൈ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതുവരെ എഴുതിക്കൊണ്ടത് QS റാങ്കിങ് ബൈ സബ്ജക്റ്റ് 2023 കോട്ട് ചെയ്തായിരുന്നു എഴുതുന്നത്, പ്ലസ് 2024 പെർഫോമൻസ് എഴുതുന്നത്. ഏതാണ് നമുക്ക് ഏറ്റവും ഫേവറബിളായിട്ട് വരുന്നത് അതായിരിക്കും നമ്മൾ SOPയിൽ എഴുതുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ SOP എഴുതുമ്പോഴും നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുമൊക്കെ മറക്കാതെ ഇൻക്ലൂഡ് ചെയ്യുക. Stay tuned to our channel for more informative videos about study abroad and settling abroad. To our YouTube channel, this is Jaswin signing out. See you again in another video. Like, share and subscribe. Thank you.